ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രോക്ക് ലെസ്നർ R-Truth ഇവരുടെ സെഗ്മെൻ്റാണ് ആദ്യം നടന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സ്മാക്ക് ഡൗണിനെ പറ്റി പറയാം. ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഒരു മാച്ച് ഒഴികെ ബാക്കി എല്ലാ മാച്ചും നല്ല മാച്ചും അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെഗ്മെൻറ്റും ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രോക്ക് ലെസ്നർ ജോൺ സീനയെ അന്വേഷിച്ച് റിങ്ങിലേക്ക് വരുന്നതായിട്ടും എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് R-Truth അവിടെ വരുന്നുണ്ട്. വന്നതിന് ശേഷം R-Truthനോട് ബ്രോക്ക് ലെസ്നർ ചോദിക്കുന്നുണ്ട്, ആരാണ് നീ, എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ. പിന്നീട് R-Truth പറയുന്നുണ്ട്, ഞാനാണ് R-Truth, അതുപോലെ തന്നെ ജോൺ സീന എൻ്റെ ഹീറോയാണെന്നും അതുപോലെ തന്നെ എൻ്റെ യങ് ബ്രദറാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബ്രോക്ക് ലെസ്നറെ ദേഷ്യം പിടിപ്പിക്കും. അപ്പോൾ ബ്രോക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജോൺ സീനേക്കാൾ ഒരുപാട് വയസ്സ് കൂടുതലുണ്ട്, അതായത് ജോൺ സീനയ്ക്ക് 1 വയസ്സുള്ളപ്പോൾ നിനക്ക് ഏകദേശം 10-11 വയസ്സ് കാണും. അപ്പോൾ ജോൺ സീന എങ്ങനെയാണ് നിൻ്റെ കുട്ടിക്കാലത്തെ ഹീറോയാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ ജോൺ സീനയുടെ യങ് ബ്രദർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിൻ്റെയും സീനയുടെയും ഫാമിലി ഒന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ R-Truth പറയുന്നുണ്ട്, അമ്മ വേറെ വേറെയാണ് പക്ഷേ അച്ഛൻ ഒന്നാണ് എന്നൊക്കെ. അപ്പോൾ ഇതൊരു ഫൺ പോലെയൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ R-Truth ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം പറയുന്നുണ്ട്, തൻ്റെ പേര് ഇപ്പോൾ റോൺ സീനയാണ് എന്നൊക്കെ. ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ദേഷ്യം വന്ന ബ്രോക്ക് ലെസ്നർ R-Truthനെ എടുത്ത് F5 അടിച്ചുകൊണ്ട് ഈ സെഗ്മെൻറ്റ് വിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻറ്റിൽ സംഭവിച്ചത്. അപ്പോൾ R-Truth വന്നത് എന്തുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നർ ജോൺ സീനനെ അറ്റാക്ക് ചെയ്തത് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളത് R-Truthന് കിട്ടി. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അത്ര സെറ്റായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും ഒരു ഫണ്ണായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സെഗ്മെൻ്റ് ആയിരുന്നു. അതുപോലെ ബ്രോക്ക് ലെസ്നറിന് പല സമയത്തും ചിരി വരുന്നുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സാമി സൈൻ ഓപ്പൺ ചാലഞ്ചിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചാലഞ്ച് വെക്കണം, അത് നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. റേ ഫീനിക്സിന് US ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള US ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റേ ഫീനിക്സിന് ഇത് നല്ലൊരു അവസരമായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ സാമി സൈൻ ഹെല്ലോ കിക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് സാമി സൈനെ അറ്റാക്ക് ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ മറ്റൊരു അവസരം കിട്ടിയ സമയത്ത് സാമി സൈൻ ഹെല്ലോ കിക്ക് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്തത്. അപ്പോൾ റേ ഫീനിക്സിന് നല്ലൊരു അവസരമാണ് സാമി സൈൻ കൊടുത്തത്. പിന്നീട് B-Fab വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ജൂലിയ ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് നടക്കാൻ പോയി. എന്നാൽ ആ മാച്ച് കറക്റ്റായിട്ട് നടന്നില്ല. അതായത് ജൂലിയ കിയാന ജെയിംസ് ചേർന്നുകൊണ്ട് B-Fabനെ അറ്റാക്ക് ചെയ്തപ്പോൾ മിച്ചിൻ വന്നുകൊണ്ട് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് B-Fabനെ സേവ് ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് സമ്മർ സ്ലാം റീമാച്ച് ആയിട്ട് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് ജേഡ് കാർഗിൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇത് സമ്മർ സ്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. പക്ഷേ മാച്ചിൻ്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ തന്നെ പടുതോൽവിയാക്കി വിട്ടു. അതായത് മാച്ചിൻ്റെ അവസാനത്തിൽ ജേഡ് കാർഗിൽ വിൻ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിച്ച സമയത്ത് ഇവർ രണ്ടുപേരും റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്ത് ജേഡ് കാർഗിൽ ടിഫനിനെ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് ഒരു സ്പിയർ പോലെയെല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു. ശേഷം റെഫറി രണ്ടുപേരും റിങ്ങിൽ കയറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാച്ച് ഡ്രോയാക്കി അവസാനിപ്പിച്ചു. പിന്നീട് നയ ജാക്സ് അവിടെ വന്നുകൊണ്ട് ടിഫനി സ്ട്രാറ്റനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഫിനിഷർ കൊടുത്തു പോയി. ഇതിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണ് ഇതുപോലെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ടിഫനി സ്ട്രാറ്റിൻ്റെ മാച്ചിൽ മുഴുവൻ ഇതുപോലെയുള്ള കൂളർ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഈ മാച്ചിൽ ഫാൻസ് വേറെ ലെവലായി സപ്പോർട്ട് ചെയ്തത് ജേഡ് കാർഗിലിനെയാണ്. ടിഫനിക്ക് ബൂ കിട്ടിയിരുന്നു. പിന്നീട് IC ചാമ്പ്യൻ ഡൊമിനിക് റേ മിസ്റ്റീരിയോ ഇവരുടെ ഒരു സെഗ്മെൻറ്റ് കാണിച്ചു, അതായത് AAA ഷോയിലെ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഡൊമിനിക് പറയുന്നത് താൻ ഇന്ന് AAA മെഗാ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഡബിൾ ചാമ്പ്യൻ ആകുമെന്നും അങ്ങനെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു AAA മെഗാ ചാമ്പ്യൻഷിപ്പ് റേ മിസ്റ്റീരിയോ തനിക്ക് കെട്ടിത്തരണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേ മിസ്റ്റീരിയോ പറയുന്നുണ്ട്, അങ്ങനെ നീ ഇന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ഒരു മെഗാ ചാമ്പ്യൻഷിപ്പ് നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തരാമെന്ന്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സാമി സൈൻ പോകുന്ന സമയത്ത് കാർമെലോ ഹെയ്സ് വന്നുകൊണ്ട് സാമി സൈൻ്റെ ഓപ്പൺ ചാലഞ്ച് മാച്ചിനെ പറ്റി പറയുന്നുണ്ട്. അതായത് തനിക്കൊരു അവസരം തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാമി സൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു അവസരം കൊടുത്തു. പിന്നീട് അവിടെ മിസ് വന്നുകൊണ്ട് മിസ്സിന് അത് ഇഷ്ടപ്പെടാത്തത് പോലെയും, കാരണം മിസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ഓൾറെഡി ചോദിച്ചതൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കാർമെലോ ഹെയ്സ് പറയുന്നുണ്ട്, മിസ് വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ US ചാമ്പ്യൻഷിപ്പിനാണ് പോകുന്നത് എന്നൊക്കെ.
പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവൻ്റായി നടന്നത് റാൻഡി ഓർട്ടൺ വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. അതുപോലെ റാൻഡി ഓർട്ടനെ കമൻ്ററി ടേബിളിൻ്റെ അവിടെയെല്ലാം കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തു. റാൻഡി ഓർട്ടൻ്റെ കാല് ലക്ഷ്യമാക്കിയിട്ടാണ് ഡ്രൂ മാക്കിൻടയർ ഈ മാച്ച് പകുതി മുക്കാലും കൊണ്ടുപോയത്. അതുപോലെ റാൻഡി ഓർട്ടൺ മാച്ചിൻ്റെ അവസാനം പൺകിക്ക് ചെയ്യാനായിട്ടെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ഡ്രൂ മാക്കിൻടയർ റാൻഡി ഓർട്ടനെ ക്ലൈമോർ ചെയ്തപ്പോൾ റാൻഡി ഓർട്ടൺ റിങ്ങിന് പുറത്തേക്ക് പോയി. അതുപോലെ റാൻഡി ഓർട്ടൺ RKO ചെയ്തപ്പോൾ ഡ്രൂ മാക്കിൻടയറും റിങ്ങിന് പുറത്തേക്ക് പോയി എസ്കേപ്പായി. ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ റഫറി എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കിൻടയർ ഒരു മൈൻഡ് ഗെയിം പോലെയെല്ലാം ചെയ്ത് റാൻഡി ഓർട്ടന് ക്ലൈമോർ കിക്ക് കൊടുത്തുകൊണ്ട് ഡ്രൂ മാക്കിൻടയർ ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം റാൻഡി ഓർട്ടനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് കോഡി റോഡ്സിനെ ക്ലൈമോർ ചെയ്തതുപോലെ അനൗൺസ് ടേബിളിൻ്റെ അവിടെയിട്ട് ക്ലൈമോർ ചെയ്യാൻ നോക്കിയപ്പോൾ WWE ചാമ്പ്യൻ കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് ഡ്രൂ മാക്കിൻടയറിനെ അറ്റാക്ക് ചെയ്ത് കോഡി കട്ടറെല്ലാം കൊടുത്തുകൊണ്ട് റാൻഡി ഓർട്ടനെ സേവ് ചെയ്തു. ശേഷം കോഡി റോഡ്സ് പറയുന്നത് റസൽ പലൂസയിൽ നമ്മൾക്ക് കാണാം എന്നാണ്. അതായത് ഇവരുടെ മാച്ച് അവിടെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഈ സ്മാക്ക് ഡൗണിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചത് സൗദിയിൽ റസൽ മെനിയ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ USA ഫാൻസിന് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പൈസയ്ക്കാണ് TKO ഗ്രൂപ്പ് പ്രാധാന്യം കൊടുക്കുന്നത്. ടിക്കറ്റ് പ്രൈസും ഉയർത്തും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം. സ്മാക്ക് ഡൗൺ അത്യാവശ്യം നല്ല ഷോ ആയിരുന്നു. ആ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് എടുത്ത് കളഞ്ഞിരുന്നുവെങ്കിൽ നല്ല അടിപൊളി ഷോ ആയേനെ. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.